വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 13, 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. സദാ ജാഗരൂകരായിരിക്കുവിൻ. എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ. സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ. വീട് വിറ്റ് ദൂരേക്ക് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരവരുടെ ചുമതലയും കാവൽക്കാരന് ഉണർന്നിരിക്കാനുള്ള കൽപ്പനയും നൽകുന്നത് പോലെയാണ് ഇത്. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. ജാഗരൂകരായിരിക്കുവിൻ. ജാഗരൂകത ക്രിസ്തീയതയുടെ മുഖമുദ്ര. അലസമനോഭാവവും മാന്യ ചിന്തകളും എന്നതിനേക്കാൾ ജാഗരൂകതയും ഉത്സാഹശീലവുമായിരിക്കണം ക്രിസ്തീയതയുടെ മുഖമുദ്ര എന്ന് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ തന്റെ അനുയായികളെ ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കായി നൽകിയിരിക്കുന്ന ജീവിതം, ആ ജീവിതത്തിന് ഒരു സെൻസ് ഓഫ് മിഷൻ, ഒരു ദൗത്യബോധം ഓരോരുത്തർക്കും ഉണ്ടാകുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നാം ചെയ്യേണ്ടത്. ഓരോരുത്തരുടെയും ദൗത്യം എന്താണ് എന്ന് ശ്രദ്ധാപൂർവം കണ്ടുപിടിക്കുകയും ആ ദൗത്യ നിർവഹണം സമയബന്ധിതമായ രീതിയിൽ നിർവഹിക്കാൻ ഇടവരികയും ചെയ്യുക എന്നുള്ളതാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ അവതരിപ്പിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള കുടുംബനാഥൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് യേശു സുവിശേഷത്തിലൂടെ വ്യക്തമാക്കുകയാണ്. അവനവന്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങള് സമയബന്ധിതമായ രീതിയിൽ തന്നെ നിർവഹിക്കുന്നത് കാണുന്ന കുടുംബനാഥന് സന്തോഷവും അഭിമാനവും നിങ്ങളെ പ്രതി ഉണ്ടാകുമെന്ന് യേശു വ്യക്തമാക്കുകയാണ്. അതിനാൽ തന്നെ അവർ സമ്മാനിക്കപ്പെടുകയും എന്നാൽ ഉത്തരവാദിത്തങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി സമയബന്ധിതമായി അത് നിർവഹിക്കാനുള്ള ആ ജാഗ്രത ജീവിതത്തിൽ ഇല്ലാതെ അലസമായും ഉത്തരവാദിത്വരഹിതമായിട്ടുമുള്ള ജീവിതം ശിക്ഷയ്ക്ക് അർഹമായി തീരുമെന്നും യേശു ഓർമ്മിപ്പിക്കുകയാണ്. അതിന് കാരണം എന്ന രീതിയിൽ യേശു പറയുന്നത്, എപ്പോഴാണ് ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളുടെ കണക്ക് ഓരോരുത്തർക്കും ഏൽപ്പിക്കേണ്ടത് എന്ന സമയം ആർക്കും അറിഞ്ഞുകൂടാ. ആ സമയത്തെ പറ്റി ആർക്കും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല, വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. അതിനാൽ തന്നെ ഓരോരുത്തരും തങ്ങളുടേതായിട്ടുള്ള ജീവിത കണക്കുകൾ എപ്പോഴും സമയബന്ധിതമായി തന്നെ അത് കൃത്യമായ രീതിയിൽ നിർവഹിക്കാൻ അത് തയ്യാറാക്കി ഒരുക്കത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ് തന്റെ മക്കളായിട്ടുള്ള അനുയായികളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തേത് എന്ന് കരുതാം.